ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെയുണ്ടായ ബജറംഗ് ദൾ ആക്രമണം ലോക്സഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. അച്യുതൻ, CBSEയുടെ വാർത്താക്കുറിപ്പിൽ രൂക്ഷമായ വിമർശനങ്ങൾ പറയുകയാണ്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലടക്കം പങ്കുള്ള ക്രൈസ്തവ നേതൃത്വത്തെ ഇത്തരത്തിൽ തീവ്രവാദികൾ രാജ്യത്ത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം അല്ലെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തവണ്ണം ആക്രമിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ പരാമർശങ്ങളടങ്ങിയാണ് ആ വാർത്താക്കുറിപ്പ്. സഭയിൽ ഏത് രീതിയിൽ അത് ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന? അച്യുതൻ, ഹാഷ്മി, വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചൊരു പശ്ചാത്തലം കൂടി ഈ ഒരു വിഷയത്തിന് അടിസ്ഥാനമായി വരും. കാരണം ഇന്നലെ ബില്ല് അവതരണ ഘട്ടത്തിൽ തന്നെ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള എംപിമാർ ചൂണ്ടിക്കാട്ടിയത് ഈ ന്യൂനപക്ഷങ്ങൾ രാജ്യത്തിന്റെ പലയിടത്തും വേട്ടയാടുന്നു, ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഈ ഇത്തരത്തിലുള്ള വേട്ടയാടൽ നടക്കുന്നു. ആ ഘട്ടത്തിലാണ് KCBCയെയും അതുപോലെ തന്നെ CBSEയെയും ഒക്കെ ഇവിടെ മന്ത്രിമാർ അവരെ പ്രശംസിച്ച് സംസാരിക്കുന്നത് എന്ന തരത്തിൽ എംപിമാർ ഇക്കാര്യത്തിൽ പരാമർശം നടത്തിയിരുന്നു. എന്തായാലും നിലവിൽ ഈ വിഷയം, അതായത് ഈ ജബൽപൂരിൽ ഉണ്ടായ ആക്രമണം, അത് ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം ഉയർത്തി പ്രതിഷേധിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തെ വേട്ടയാടുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും ആ പ്രതിഷേധത്തിന്റെ രൂപം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ KCBC CBSE എല്ലാം വഖഫ് ബില്ലിന് വേണ്ടി പിന്തുണയ്ക്കുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരിക്കും പ്രതിപക്ഷ പ്രതിഷേധം. ഓക്കെ, അച്യുതനാണ് അത് സഭയിലേക്ക് കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അതിനിടയിൽ CBSEയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡീപ്ലി ഡിസ്ട്രസിംഗ് ദാറ്റ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി which has played a significant role in freedom struggle and nation building and has always upheld constitutional values is repeatedly targeted, harassed and denied its fundamental right to worship by extremist and anti-national elements. ദേശവിരുദ്ധ ശക്തികൾ, തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് അടക്കമുള്ളതാണ് CBSEയുടെ വാർത്താക്കുറിപ്പ്. അതടക്കം സഭയിലേക്ക് കൊണ്ടുവരികയാണ് പ്രതിപക്ഷം.